ഇനി നമുക്ക് പറവൂരിലേക്ക് വരാം. പറവൂർ മണ്ഡലം ചില ചാനലുകൾ വലിയ ക്യാമ്പയിൻ നടത്തി. ലോകത്തിന്റെ ഇത്തരത്തിലെ മാധ്യമ പ്രവർത്തനത്തിൽ പുതിയ അധ്യായം വന്നപ്പോൾ നമ്മൾ ഒരു പുതിയ രീതിയിൽ ജിയോ ടാഗിങ് നടത്തി. ഇങ്ങനെയാണ് എന്നുള്ള എല്ലാത്തിൻ്റെയും ഫോട്ടോ ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഒന്നും നടക്കുന്നില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതിനൊരു മറുപടിയായിട്ട് പ്രതിപക്ഷ നേതാവിന് തന്നെ മണ്ഡലമായ പറവൂരിൽ എന്തൊക്കെയാണ് നടത്തിയെന്ന്, വ്യവസായ വകുപ്പ് ചെയ്ത കാര്യം എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് പി രാജീവ്. മാത്രമല്ല ബാക്കിയുള്ള ആരോപണങ്ങൾക്കും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്കുള്ള എല്ലാ മറുപടിയും ഇതിനകത്ത് പി രാജീവ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ വിളിച്ച പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതിന് തൊട്ട് പിന്നാലെ മണിക്കൂറുകൾക്കകം തന്നെ എറണാകുളത്ത് വീണ്ടും ഒരു പത്രസമ്മേളനം വിളിച്ച് എല്ലാവർക്കുമുള്ള മറുപടിയും ഒന്നൊന്നായി മാധ്യമപ്രവർത്തകർക്കും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ്സുകാർക്കും UDF മറുപടിയും ഒന്നൊന്നായി അദ്ദേഹം കൊടുക്കുകയാണ് ചെയ്ത്. പി രാജീവിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അദ്ദേഹം പറഞ്ഞത് പെട്ടിക്കടയാണ്. 2024 നിയമം ഭേദഗതി ചെയ്തു, അതിൽ ട്രേഡ് വന്നു. പഴയതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം. താഴോട്ട് പോയി സെക്ടർ ബേസ് ഞാൻ ഇന്നലെ കാണിച്ച ഇത് മറച്ചു വെച്ചിട്ടല്ല. വാട്ട് ഈസ് MSME? MSME എന്ന് പറഞ്ഞാൽ 1 കോടിക്ക് താഴെ മൂലധനമുള്ളത് മൈക്രോ, 10 കോടിക്ക് താഴെ മൂലധനമുള്ളത് സ്മോൾ, 50 കോടിക്ക് താഴെ മൂലധനമുള്ളത് മീഡിയം. ഇതാണ് MSME. ഇനി അതിൻ്റെ താഴെ നാനോ ഉണ്ട്. നാനോ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് തന്നെ കൃത്യമായിട്ട് മാനുഫാക്ചറിങ് 48,137, ഇൻവെസ്റ്റ്മെന്റ് ഇത്ര. ഇത് ഈ വർഷത്തെയാണ് അല്ല, ഈ വർഷത്തെ അല്ലേ, ടോട്ടൽ അല്ല, ഈ വർഷത്തെ മാത്രം ടോട്ടൽ എടുത്ത് നോക്കൂ. അല്ല ട്രേഡ് ഇത് മൊത്തം 1,44, ട്രേഡ് 1,52, ടോട്ടൽ നേരത്തെ പറഞ്ഞു 3,42,000 മറ്റോ വരുന്നുണ്ട്. അതിൽ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് കൃത്യമായിട്ടുണ്ട്. അല്ലാതെ ട്രേഡ് ഇതിൽ പെടുന്നില്ല എന്ന് പറഞ്ഞു. വാട്ട് ഈസ് സർവീസ്? സർവീസ് എന്ന് പറഞ്ഞാൽ മിഷനറി ഉപയോഗിക്കുന്ന സേവനങ്ങളെല്ലാം. ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ മിഷനറി ഉണ്ടെങ്കിൽ അത് സർവീസിൽ പെടും, ജിമ്മ് സർവീസിൽ പെടും. ഇതെല്ലാം സംരംഭമാണ്. കേരളത്തിൽ ഇന്ത്യയിൽ സംരംഭമാണ്. ഇന്ത്യയിൽ സംരംഭമായി എന്തൊക്കെ പരിഗണിക്കുന്നോ അതൊന്നും കേരളം പരിഗണിക്കരുത് എന്ന് വാദിക്കുന്നവർ കേരള ശത്രുക്കളാണ്. അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് ഇത് MSMEയിൽ പെടും, ഇവിടെ മാത്രം നിങ്ങൾ പെടുത്തരുത് എന്നുള്ളത്. ഇതൊരു ബൂം ഉണ്ടായി എന്നുള്ളതാണ്. ഈ പ്ലാന്റ് വർക്കിന്റെ ഭാഗമാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഗവൺമെന്റാണ് അടിസ്ഥാനമായിട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്തു. ഒമിനി ബസ് രജിസ്ട്രേഷൻ ഉണ്ടാക്കി. 8ഓളം നിയമങ്ങൾ ഒറ്റ ഭേദഗതിയിൽ കൂടെ ഒമിനി ബസ് രജിസ്ട്രേഷൻ ഉണ്ടാക്കി. കഴിഞ്ഞ ഗവൺമെന്റാണ്, ഞാൻ വന്നതിന് ശേഷമല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെ അടിത്തറയാണ്. ഞങ്ങൾ അതിനെ സ്ട്രക്ചർ ചെയ്തു, അതിന്റെ ഇംപ്ലിമെന്റേഷൻ എടുത്തു, കുറേയേറെ മാറ്റങ്ങൾ വരുത്തി, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനിയിപ്പോ ഇത് പെട്ടിക്കടയും നേരത്തെ തുടങ്ങിയത് അദ്ദേഹം ഇത് ഉദ്ധരിക്കുന്നത് കണ്ടു. എക്കണോമിക് റിവ്യൂ പറയുന്നുണ്ട് ഇത് പഴയ. ഞാൻ നോക്കി എക്കണോമിക് റിവ്യൂവിൽ അങ്ങനെ പറയേണ്ട കാര്യം. ആദ്യമായിട്ടാണ് എക്കണോമിക് റിവ്യൂവിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിന്റെ ഒരു എക്കണോമിക് റിവ്യൂവില് കേരളത്തിന്റെ ഇൻഡസ്ട്രി ഒരു തീമായിട്ട് വരുന്നത്. അപ്പൊ എക്കണോമിക് റിവ്യൂവിൽ പറയുന്നത് ഇതാണ്, സബ്ജക്ട് വൈസ് ഡീറ്റെയിൽസ് ഓഫ് ന്യൂ MSMEs ആണ് ഈ പറയുന്ന. അദ്ദേഹം പറഞ്ഞ 444 ഇതാണ്. ഈ ന്യൂ കണ്ടില്ല എന്ന് തോന്നുന്നു. ഓരോ വർഷത്തെയും പുതിയത് എത്രയാണ്, എത്ര വന്നു, ഇത് രജിസ്റ്റർ ചെയ്ത് എത്ര, ഓരോന്നും ഓരോ മേഖല തിരിച്ചിട്ടുണ്ട്. അഗ്രോ, ഫുഡ് ബേസ്, ഇത് മാനുഫാക്ചറിങ് മാത്രമാണ്. ഇതെല്ലാം വസ്തുതകളല്ലേ. ഈ വസ്തുതകൾ എന്തിനാ കേരളത്തിന് എതിരായിട്ട് ഉപയോഗിക്കുന്നത്? നേരെ തിരിച്ച് ഇനി നമുക്ക് പറവൂരിലേക്ക് വരാം. പറവൂർ മണ്ഡലം ഞങ്ങൾക്ക് മാത്രം കാണാവുന്നൊരു ഭാഗമുണ്ട് ഡാഷ്ബോർഡിൽ. അത് നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ഇത് പൂട്ടുന്നു കള്ളക്കണക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജിയോ ടാഗിങ് വരുത്തി. ഓരോ സ്ഥലവും നമ്മുടെ ഉദ്യോഗസ്ഥർ പോയി സന്ദർശിച്ച് ഫോട്ടോ എടുത്ത് ടാഗ് ചെയ്യും. പബ്ലിക് ഡൊമൈനിൽ ഇടുന്നില്ല, അത് ദുരുപയോഗപ്പെടുത്തും. കാരണം ഇപ്പോൾ ഇൻഡസ്ട്രി ഉണ്ടെന്ന് പിറ്റേ ദിവസം വിളിക്കുന്ന ആളുകളുണ്ടാവും, പല തിരക്കാരുണ്ടല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ജിയോ ടാഗിങ് നടത്തി. അത് പബ്ലിക് ഡൊമൈനിലുള്ളതല്ല, എന്നാലും പറവൂർ നമുക്കൊന്ന് കാണാം എങ്ങനെയുണ്ടെന്നുള്ളത്. പറവൂർ കൊടുക്കും. ഇത് ഞങ്ങളുടെ ഡാഷ്ബോർഡാണ്. ഇരുപത്തിനാല് 25 പറവൂർ
യെസ്, ഇത് പറവൂർ. ദെൻ പഞ്ചായത്ത് തിരിച്ച് ഒരിടത്തും കോട്ടുപള്ളി. ഇതിലേതൊക്കെയാണ്? ഇതിപ്പോൾ സർവീസ് 25 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ്, 3 എംപ്ലോയ്മെന്റേ ഉള്ളൂ. ഓരോ പേരിന് മിത്ര, അത് പ്രൊഡക്റ്റ് എന്താണെന്നുണ്ട്, പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ് 20 ലക്ഷം. ഇങ്ങനെ ഓരോന്നുണ്ട്, ഓരോ സ്ഥാപനമുണ്ട്. ഇത് ഏതാണെന്ന് നോക്കിക്കൊണ്ട് അദ്ദേഹം ഇനിയിപ്പോൾ ഏതെങ്കിലും പഴയതുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. അടുത്ത പേജ് എടുത്തു. പിന്നെ നമ്മൾ ഒരു മാനുഫാക്ചറിങ് ഒന്ന് കാണിക്കുക നമ്മുടെ ഉള്ളത്, നമ്മൾ പോയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തുന്നത് ഓരോ വർഷവും. ഇൻസ്പെക്ഷന്റെ ജിയോ ടാഗിങ്, ആ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. മുകളിലേക്ക് പോയി, മുകളിലേക്ക് 23 സബ്മിറ്റ് ചെയ്തു. രജിസ്ട്രേഷൻ, മൊബൈൽ നമ്പർ, അപ്ലിക്കൻ്റെ പേര്, യൂണിറ്റ് ഓപ്പറേഷനിലാണോ, പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും ഫണ്ടിന്റെ ആവശ്യമുണ്ടോ, ഇതെല്ലാം നമ്മുടെ ഓരോ പഞ്ചായത്തിനും നേരിട്ട് പോയി ഫിസിക്കലി കാണുന്നുണ്ട്. പിന്നെ അത് ജിയോ ടാഗിങ് എന്താണ്? മരച്ചിക്കലാട്ടിയ പച്ച വെളിച്ചെണ്ണ, കൊക്കോ ലൈവ്, ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, ഫോട്ടോ ടേക്കൺ കംപ്ലീറ്റ് ഉണ്ട്. ഈ 3,40,000 ഇത് എൻ്റെ കയ്യിലുണ്ട്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ട്, ഓരോ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട്. ഇത്രയും വസ്തുതകൾ വെച്ചിട്ടാണ് ഓരോ വർഷത്തെ ഉണ്ട്. ഇതിന്റെ പറവൂരിന്റെ മാനുഫാക്ചറിങ് മാത്രം ഒന്ന് എടുത്ത് നോക്കി, ഒരു എക്സൽ ഷീറ്റ് എടുത്ത്. ഇത് പറവൂര് മണ്ഡലത്തിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് മാത്രമാണ്. ഓരോന്നിൻ്റെയും ഏത് കാറ്റഗറി വരും, ഡിസ്ട്രിക്ട് എന്താണ്, പഞ്ചായത്ത് ഏതാണ്, ഡേറ്റ് ഓഫ് ഇത് തുടങ്ങിയതെന്നാണ്, ആരാണ് ഓണർ, എന്താണ് കാര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഡോക്യുമെന്റഡ് ആണ്. അല്ലാതെ കേരളത്തിൽ ഇപ്പോൾ പെട്ടിക്കടയും വണ്ടിക്കടയും, അപ്പൊ ഇത്രയും പെട്ടിക്കടയും വണ്ടിക്കടയും ഈ കേരളത്തിൽ ഉണ്ടായോ? രജിസ്റ്റർ ചെയ്യാതെ ഇത്ര ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇത് നമ്മളൊരു വലിയൊരു ക്യാമ്പയിൻ നടത്തി, അതിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിന് ആളെ വെച്ചു, ഓരോരുത്തരും സഹായിച്ചു. ഇനി ഇത് മാത്രമല്ല, ഞങ്ങളിത് ഇട്ടിട്ട് പോകുന്നില്ല. ഈ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് ഒന്നും എടുത്ത് ഓരോ സ്ഥാപനത്തിലും ഓരോ വർഷം ഇൻസ്പെക്ഷൻ ഉണ്ട്. ഓരോ പഞ്ചായത്തിലും ഓരോ സ്ഥാപനത്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അടച്ചു പൂട്ടുന്ന സാധ്യതയുണ്ടോ, എന്ത് ചെയ്യും, ചില നമുക്ക് സഹായിക്കാൻ പറ്റില്ല എന്നൊരു പറ്റുന്നുണ്ടോ, ഒരു സസ്റ്റൈനബിലിറ്റി നോക്കും. അത് നേരത്തെ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തി തുടങ്ങാൻ കണ്ടു. ഓരോ യൂണിറ്റിലും സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് ഉണ്ട്. എങ്ങനെയാണ് ഇത് ഓരോന്നും പ്രവർത്തിക്കുന്നത്, പ്രതിസന്ധി ഉണ്ടോ, എന്തെങ്കിലും ഫണ്ടിന്റെ പ്രശ്നമുണ്ടോ, മാനേജ്മെന്റ് പ്രശ്നമുണ്ടോ, മാർക്കറ്റിന്റെ പ്രശ്നമുണ്ടോ. പിന്നെ അദ്ദേഹം പറഞ്ഞ K-SWIFT എന്തുകൊണ്ട് വരുന്നില്ല? K-SWIFT ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ആള് പോയിട്ട് നേരെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ അവർ ഈ സാങ്കേതികതയിലേക്ക് അധികം വന്നിട്ടില്ല. K-SWIFT വരുമ്പോൾ പ്രധാനമായിട്ടും പഞ്ചായത്ത് ഇതിലേക്ക് നേരെ കിട്ടുമ്പോൾ സമയം എടുക്കുമ്പോഴാണ് K-SWIFT സാധാരണ വരുന്നത്. എന്നാൽ വേണമെങ്കിൽ എല്ലാം കൊണ്ടുവരാം, അതിലും തെറ്റൊന്നുമില്ല. പക്ഷെ K-SWIFT ആള് ചെന്നിട്ട് നമ്മൾ നേരെ എല്ലാം ഹാൻഡ് ഹോൾഡ് കൊടുക്കുകയാണ്. 1 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. അയാൾ K-SWIFT വഴി ബാക്കി കാര്യങ്ങൾ സിംഗിൾ വിൻഡോയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ശരാശരി ഞങ്ങൾ പറഞ്ഞല്ലോ ഇത്രയും നിക്ഷേപമാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എത്രയാണെന്നുള്ളത്. ഈ ഒരു 23,000 കോടി നിക്ഷേപം ഉണ്ടായി കേരളത്തിൽ. വന്നു എന്നല്ല, പുറത്തുനിന്നല്ല, ഇവിടെ നിന്നുണ്ടായി. ഇനി ഞങ്ങൾ പറയുന്ന എടുക്കേണ്ടതില്ല. ഇത് നോക്കൂ, IIM ഇൻഡോറിന്റെ റിപ്പോർട്ടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, contextually relevant industry policy, creation and implementation, and impact evaluation study of the success of the year of enterprises initiatives. ഇത് മറ്റേ BBC-യിൽ കാശ് കൊടുത്ത് എഴുതിക്കുന്ന പോലെ BBC ആണല്ലോ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ല ചന്ദ്രചൂഡിന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ എന്നാണ് നിങ്ങൾ പത്രപ്രവർത്തകർ കാണണം BBC-യിൽ. വാട്ട് എ ഷാർപ്പ് ക്വസ്റ്റ്യൻസ്.
എന്നാൽ ഉത്തരം കേൾക്കുമ്പോൾ അറിയാം 2 എണ്ണം തിരിച്ചു ചോദിക്കാൻ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അവിടെ നിർത്തും. കാരണം ഉത്തരത്തിൽ തന്നെ തുറന്ന് കാട്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പുതിയ ചോദ്യങ്ങളുടെ ആവശ്യമില്ല. നമുക്ക് വേണ്ടി 2-3 ചോദ്യം ചോദിക്കാൻ ഇനി ഉണ്ടല്ലോ എന്ന് തോന്നും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അതാണ് BBC ഇപ്പോഴും. അത് അപ്പൊ BBC വരെ നമ്മൾ കാശ് കൊടുത്തിട്ടാണല്ലോ നേരത്തെ എഴുതിച്ചോണ്ടിരുന്നത്. ഇത് IIM ഇൻഡോറിന്റെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് സഭയിൽ വെച്ചു, സാമാജികർക്ക് പരിപാടിയിൽ വെച്ചു. സഭയിൽ വയ്ക്കുന്ന സാമാജികരുടെ പരിപാടിയിൽ ഉൾപ്പെടെ വെച്ചു. ഇവിടെ IIM ഇൻഡോറിന്റെ ഡയറക്ടർ, ഈ സ്റ്റഡി നടത്തിയ ഹിമാൻഷു റായ്, പ്രശാന്ത് സാൽവാൻ, വളരെ പ്രശസ്തരായിട്ടുള്ള പ്രൊഫസേഴ്സാണ്. ഒരാൾ ഡയറക്ടറാണ്, IIM ഇൻഡോറിന്റെ ഡയറക്ടറാണ്. നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടാവും. ഇവിടെ റിനൈസൻസിൽ വെച്ചിട്ട് നമ്മുടെ ബാംബു ഫെസ്റ്റിന്റെ ഉദ്ഘാടനത്തിന്റെ അന്നാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഇന്ന് മുഴുവൻ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഇയർ ഓഫ് എന്റർപ്രൈസസ് കേരളത്തിൽ നടപ്പിലാക്കിയത്. അതിലിപ്പോ നമ്മൾ ഓരോ പഞ്ചായത്തിന് ഗ്രാമസഭ പോലെ സംരംഭക സഭ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിയാറായി. ജനപ്രതിനിധികൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കൂടി അവിടെ ചെല്ലുന്നു. സംരംഭകർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് പഴയത് വല്ലതും ഇതിനകത്ത് പെട്ട് നിങ്ങൾ പറഞ്ഞോ? ഇതെല്ലാം ഓരോ വർഷം പോവല്ലേ, ഓരോ വർഷം ചെല്ലല്ലേ. അപ്പൊ പഴയത് ഇനിയിപ്പോ ആദ്യത്തെ വർഷം വേണമെങ്കിൽ ഏതെങ്കിലും വിട്ടത് ഉൾപ്പെടുത്തിയെന്ന് കരുതാം. 2ാമത്തെ വർഷം പിന്നെ അങ്ങനെ വിട്ടുപോകും. ഞങ്ങളെല്ലാം കാണല്ലേ. അപ്പൊ ഇത് വലിയൊരു ക്യാമ്പയിനായിരുന്നു കേരളത്തിന്റെ. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഹരികിഷോർ IAS ഇപ്പോ മസൂറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ഇൻ വി എന്റർപ്രൈസസ്. ഞങ്ങൾ അമേരിക്കയിൽ 28-29 വാഷിംഗ്ടണിൽ എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. ഞങ്ങളുടെ സെക്രട്ടറിക്ക് ഉണ്ട് പേപ്പർ അവതരിപ്പിക്കാൻ. ഇതാണ് ഇയർ ഓഫ് എന്റർപ്രൈസ്, നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അമേരിക്കൻ പബ്ലിക് സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, IIM ഇൻഡോർ, പ്രൈം മിനിസ്റ്ററുടെ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME സെക്ടർ, ഇത്രയും വർക്ക് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രൊഫഷണൽ അപ്രോച്ചാണ്. ഞങ്ങളൊരു അമേച്ചർ സംവിധാനമായിട്ടല്ല, പ്രൊഫഷണൽ അപ്രോച്ചാണ്. ഇതുകൂടാതെ ഇവർക്ക് വിൽക്കാൻ K-സ്റ്റോറിൽ ഇപ്പോൾ സംവിധാനമുണ്ട്. 15 കോടിയോളം ഉൽപ്പന്നങ്ങൾ K-സ്റ്റോറിൽ വിറ്റിട്ടുണ്ട്. ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. അപ്പൊ വലിയ ക്യാമ്പയിൻ. ഏതെങ്കിലും ചെറിയ കുറവ് ഞാൻ അന്നേ പറഞ്ഞു. പക്ഷെ ഇപ്പൊ എല്ലാം പക്കയാണ്. അതുകൊണ്ടാണ് ജിയോ ടാഗിങ് ഉൾപ്പെടെ നടത്തിയത്. ചില ചാനലുകൾ വലിയ ക്യാമ്പയിൻ നടത്തി. ലോകത്തിന്റെ ഇത്തരത്തിലെ മാധ്യമ പ്രവർത്തനത്തിൽ പുതിയ അധ്യായമൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരു പുതിയ രീതിയിൽ ജിയോ ടാഗിങ് ഒക്കെ നടത്തി. ഇങ്ങനെയാണ് എന്നുള്ള എല്ലാത്തിന്റെയും ഫോട്ടോ ഉണ്ട്, എല്ലാത്തിന്റെയും.